Dear students, welcome to Learner's World. In this video, I'm going to talk about Pi by Wisława Szymborska, FIUGP AC English, Advanced English Language Skill for Science, second semester, Calgary University. Wisława Szymborska was a Polish poet, essayist, translator, and recipient of the 1996 Nobel Prize in Literature. വിസ്ലാവ സിംബോസ്ക ഒരു പോളിഷ് പോയറ്റാണ്, എസ്സേയിസ്റ്റാണ്, ട്രാൻസ്ലേറ്ററാണ്. അതുപോലെ 1996 ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ദെൻ സമ്മറി ഓഫ് പൈ wrote in 1996. The poem is a philosophical and humorous exploration of the mathematical constant pi and its significance in human understanding. അപ്പോൾ പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോം ഒരു ഫിലോസോഫിക്കൽ അതുപോലെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള പോമാണ്. ഒരു മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പൈ, അതായത് നമ്മൾ മാത്സിലുള്ള പൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാല്യൂ, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള സിഗ്നിഫിക്കൻസ്, പ്രസക്തി, അതിനെക്കുറിച്ചിട്ടൊരു ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഫിലോസോഫിക്കൽ രീതിയിലുള്ള ഒരു എക്സ്പ്ലോറേഷനാണ് ഈ ഒരു പോം പൈ എന്ന് പറയുന്നത്. The poem is a characteristics of Szymborska's style, which often combines humor, irony and philosophical insight. അപ്പോൾ ഈ ഒരു പോം വിസ്ലാവ സിംബോസ്കയുടെ സ്റ്റൈല് ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഹ്യൂമറും ഐറണിയും ഫിലോസോഫിക്കൽ ഇൻസൈറ്റും ഒക്കെ ഒരുമിച്ച് നമുക്ക് ഈ ഒരു കവിതയിൽ കാണാൻ കഴിയും. The poem begins by describing pi as a mysterious and elusive number that has captivated mathematicians and scientists for centuries. അപ്പോൾ ഈ ഒരു പോം ബിഗിൻ ചെയ്യുന്നത് തന്നെ പൈ, അതായത് നമ്മൾ മാത്സിൽ കണ്ടിട്ടുണ്ടല്ലോ പൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലിമിറ്റഡ് അല്ല, ഒരുപാട് നമ്പേഴ്സ് അതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നുണ്ട്. അതൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള എലൂസീവ് നമ്പറാണ്. അതായത് ഒരിക്കലും റിപ്പീറ്റഡ് ആയിട്ടുള്ള, നോൺ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. മാത്തമാറ്റീഷ്യൻസ്, സയൻറ്റിസ്റ്റ് സെഞ്ച്വറീസ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒന്നാണ് ഈ ഒരു പൈ എന്ന് പറയുന്നത്. സിംബോസ്ക നോട്ട്സ് ദാറ്റ് പൈ ഈസ് ആൻ ഇറാഷണൽ നമ്പർ വിച്ച് മീൻസ് ഇറ്റ് ക്യാനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് എ ഫൈനൈറ്റ് ഡെസിമൽ ഓർ ഫ്രാക്ഷൻ. അപ്പോൾ സിംബോസ്ക ഈ ഒരു പോയത്തിൽ പറയുന്നുണ്ട് പൈ എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്, ഒരിക്കലും അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പറല്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു ഫൈനറ്റ് ഡെസിമൽ ഓർ ഫ്രാക്ഷൻ ഇതിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയില്ല. അതായത് ഇതൊരിക്കലും ലിമിറ്റഡ് അല്ല. ഈ ഒരു പൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരുപാട് നമ്പേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഒരുപാട് നമ്പേഴ്സ്, ഒരിക്കലും ലിമിറ്റഡ് അല്ല പൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. 3.1415 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമ്പേഴ്സ് നമുക്കിതിൽ കാണാൻ കഴിയും. ഒരിക്കലും 3.4 അവിടെ അവസാനിക്കുന്നില്ല എന്ന് പോയിച്ച് പറയുന്നുണ്ട്. Throughout the poem, Szymborska uses pi as a metaphor for the human quest for knowledge and understanding. അപ്പോൾ ഈ ഒരു പോയത്തിൽ ഉടനീളം സിംബോസ്ക ഈ ഒരു പൈ ഒരു മെറ്റഫറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഹ്യൂമൻ ക്വസ്റ്റ് ഫോർ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് നോളജിലും അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ ഉള്ള ഹ്യൂമൻ ക്വസ്റ്റ്, അതിനെ ഒരു മെറ്റഫറായിട്ട് ആണ് ഈ ഒരു പൈ യൂസ് ചെയ്തിരിക്കുന്നത്. ഷി ഡിസ്ക്രൈബ്സ് ഹൗ മാത്തമാറ്റീഷ്യൻസ് ഹാവ് അറ്റംപ്റ്റഡ് ടു കാൽക്കുലേറ്റ് പൈ ടു ഇൻക്രീസിംഗ്ലി പ്രിസൈസ് വാല്യൂസ് ബട്ട് ഇറ്റ് റിമൈൻസ് ആൻ അൺഅറ്റൈനബിൾ ഗോൾ. അതുപോലെ സിംബോസ്ക ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് മാത്തമാറ്റീഷ്യൻസ് ഈ ഒരു പൈൻ്റെ വാല്യൂ വളരെ പ്രിസൈസ് വാല്യൂ ആക്കാൻ ഒരുപാട് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു അൺഅറ്റൈനബിൾ ഗോളായിട്ട് മാറിയിട്ടുണ്ട്. ദ പോം ഓൾസോ ടച്ചസ് ഓൺ ദ ഐഡിയ ദാറ്റ് pi is a universal constant found in nature and governing the geometry of the universe. പിന്നീട് പോം പറയുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് പൈ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. നേച്ചറിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് പ്രപഞ്ചത്തിലെ ജോമെട്രിയിലാണ് ഈ ഒരു പൈ ഗവേൺ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. സിംബോസ്ക നോട്ട്സ് ദാറ്റ് പൈ ഈസ് എ ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ് ഓഫ് ദ നാച്ചുറൽ വേൾഡ് ആറ്റ് ഇറ്റ് റിമൈൻഡ്സ് എ മിസ്റ്ററി ദാറ്റ് എല്യൂഡ്സ് ഹ്യൂമൻ കോംപ്രഹെൻഷൻ. സിംബോസ്ക പിന്നീട് പറയുന്നത് പൈ എന്ന് പറയുന്നത് നാച്ചുറൽ വേൾഡിൻ്റെ ഒരു ആസ്പെക്റ്റാണ്, ഒരു ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റാണ്. ഇതിപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് ഇത് ഹ്യൂമൻ കോംപ്രഹെൻഷനിൽ, ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു മിസ്റ്ററി ആയിട്ട് തുടരുകയാണ്. One of the key themes of the poem is the limitations of human knowledge. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ
പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് തീം എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഹ്യൂമൻ നോളജാണ്. ഹ്യൂമൻ നോളജിൻ്റെ പോരായ്മകൾ. Zimborska suggests that despite our best efforts, there are some things that remain beyond our understanding. അതായത് സിംബോസ്ക ഇതിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെത്ര എഫേർട്ട് എടുത്താലും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നുണ്ട്. പൈ വിത്ത് ഇറ്റ്സ് ഇൻഫൈനൈറ്റ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ഡിജിറ്റ്സ് ഇസ് എ സിമ്പിൾ ഓഫ് ദിസ് ലിമിറ്റേഷൻ. അതായത് ഈ ഒരു ഹ്യൂമൻ നോളജിൻ്റെ ലിമിറ്റേഷൻസ് ഓഫ് ഹ്യൂമൻ നോളജാണ് ഇതിലെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻ്റെ പൈ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഫൈനൈറ്റ് ആണ്, അതുപോലെ ഒരു നോൺ റിപ്പീറ്റിംഗ് ഡിജിറ്റ്സ് ആണ്. അത് ഒരിക്കലും പൈൻ്റെ വാല്യൂ റിപ്പീറ്റഡ് അല്ല, നോൺ റിപ്പീറ്റിംഗ് ഡിജിറ്റ്സ് ആണ്. അതുപോലെ ലിമിറ്റഡ് അല്ല, അതിങ്ങനെ ഒരുപാട് വാല്യൂസ് ആയിട്ടിങ്ങനെ ഉള്ള ഒന്നാണ് പൈ എന്ന് പറയുന്നത്. The poem also explores the relationship between mathematics and reality. അതുപോലെ ഈ ഒരു പോം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് മാത്തമാറ്റിക്സും റിയാലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. സിംബോസ്ക നോട്ട്സ് ദാറ്റ് പൈ ഇസ് എ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ബട്ട് ഇറ്റ് ഓൾസോ എ ഫണ്ടമെൻ്റൽ ആസ്പെക്ട് ഓഫ് ദ നാച്ചുറൽ വേൾഡ്. അതുപോലെ സിംബോസ്ക അതിൽ പറയുന്നുണ്ട് പൈ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്, അതോടൊപ്പം തന്നെ ഒരു നാച്ചുറൽ വേൾഡിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ് കൂടിയാണെന്ന് പറയുന്നുണ്ട്. ദിസ് റൈസസ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ദ നേച്ചർ ഓഫ് റിയാലിറ്റി ആൻഡ് ഹൗ വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ത്രൂ മാത്തമാറ്റിക്സ്. ഇത് ഒരു ചോദ്യം ഉയരുന്നുണ്ട്, അതായത് ഈ നേച്ചർ ഓഫ് റിയാലിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതുപോലെ എങ്ങനെയാണ് മാത്തമാറ്റിക്സിലൂടെ നമ്മളതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളതും ഇവിടെ ഉയരുന്നൊരു ചോദ്യമാണ്. ദ ടോൺ ഓഫ് ദ പോം ഇസ് ബോത്ത് ഹ്യൂമറസ് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് റിഫ്ലക്റ്റിംഗ് സിംബോസ്കാസ് സിഗ്നേച്ചർ സ്റ്റൈൽ. അപ്പോൾ ഇതിൽ ടോൺ എന്ന് പറയുന്നത് ഒരേ സമയം ഹ്യൂമറസ് ആണ്, അതുപോലെ തോട്ട് പ്രൊവോക്കിംഗ് ആണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഇൻസൈറ്റ് നൽകുന്ന, ഒരു ഫിലോസോഫിക്കൽ ഇൻസൈറ്റ് നൽകുന്ന ഒന്നാണ്. ഇത് നമുക്ക് സിംബോസ്കയുടെ സിഗ്നേച്ചർ സ്റ്റൈലാണെന്ന് പറയാം. She uses humor and irony to highlight the absurdity of human attempt to grasp the infinity and the irrational, non-repeating. അതുപോലെ സിംബോസ്ക ഈ ഒരു കവിതയിൽ ഹ്യൂമറും ഐറണി യൂസ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ അതായത് ഈ ഒരു ഇൻഫൈനറ്റ്, ഈ ഒരു പൈയുടെ ആ ഒരു ഇൻഫൈനറ്റ്, അതുപോലെ ഇറാഷണൽ, അതായത് പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് നോൺ റിപ്പീറ്റിംഗ് ആണ്. അതായത് അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂ അല്ല, അതുപോലെ അതൊരിക്കലും ലിമിറ്റഡും അല്ല. ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അറ്റംപ്റ്റ് നടത്തുന്ന ഒരു അബ്സേർഡിറ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമർ, ഐറണിയൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പൈ ഈസ് എ മെഡിറ്റേഷൻ ഓൺ ദ ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ നോളജ് ആൻഡ് ദ ബ്യൂട്ടി ഓഫ് ദ അൺനോൺ. പൈ എന്ന് പറയുന്നത് ഹ്യൂമൻ നോളജിൻ്റെ ലിമിറ്റേഷനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഒരു മെഡിറ്റേഷനാണ്. അതുപോലെ അൺനോൺ, അറിയാത്ത കാര്യത്തെക്കുറിച്ചിട്ടുള്ള ആ ഒരു ബ്യൂട്ടി ആണ് പൈ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് example of Simboska style which combine humor, irony and profound insight. Okay, thank you.